വലിയ തീർത്ഥാടന കേന്ദ്രമായി മാറുന്ന സാഹചര്യത്തിലേക്ക് മാറുന്നു. ഞാൻ തിരികെ എത്താം. ടോം കുര്യാക്കോസ്, ലോ കോളേജിന് തൊട്ടു മുന്നിൽ നിന്ന് പ്രതിഷേധങ്ങളുടെ ചില ചിത്രങ്ങൾ കൂടി അവിടെ ഉണ്ടായി. പോലീസ് അവിടെ ഉന്നത പോലീസ് സംഘം എത്തി അവിടെ പരിശോധന നടത്തുക കൂടിയാണ്. ആ രീതിയിൽ മാറ്റി നിർത്തുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ആവേശം നിറയുന്ന പ്രതികരണങ്ങളാണ് അവിടെ നിന്ന് വരുന്നത്. എനിക്കൊപ്പം ടി ജി സജിത്ത് കൂടി ചേരുന്നു. സജിത്ത്, വളരെ ഉറ്റു നോക്കുന്ന രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു റോഡ് ഷോയിലേക്ക് കടക്കാൻ ഇനി ഏതാനും മിനിറ്റുകൾ മതി. പ്രധാനമന്ത്രി എത്തിക്കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ കടക്കുമെന്ന് ഉദ്ദേശിക്കുന്ന ഒരു റോഡ് ഷോ അതാണ് നോക്കുന്നത്. അത് കഴിഞ്ഞ തവണ യുവം പരിപാടിക്ക് വന്ന പോലെ ഒരുപക്ഷെ വളരെ അപ്രതീക്ഷിതമായിട്ട് ഇറങ്ങി നടക്കാൻ തീരുമാനിക്കുകയാണോ ചെയ്യുക, അതോ തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കാനാണോ, വലിയ പുഷ്പവൃഷ്ടിക്കൊക്കെ തയ്യാറെടുത്ത് നിൽക്കുന്ന, അതായത് ഇതൊരു ഹിറ്റാക്കി മാറ്റുക, അതൊരു അനൗദ്യോഗിക ഒരു പ്രചാരണത്തിനുള്ള തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഒരു കാഴ്ചയായി മാറുക, അങ്ങനെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു ചിത്രം തന്നെയായി മാറുന്നുണ്ട്, അതല്ലേ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അദ്ദേഹം റോഡിൽ ഇറങ്ങി നടക്കാൻ തന്നെയാണ് സാധ്യത. അതായത് മഹാരാജാസ് കോളേജ് മുതൽ ഈ ഗസ്റ്റ് ഹൗസ് വരെയുള്ള ദൂരം ഏകദേശം 1.5 കിലോമീറ്ററോളം ദൂരമാണ്. ആ ദൂരം അദ്ദേഹം പൂർണ്ണമായും നടക്കാനാണ് സാധ്യത. അതാണ് പ്രവർത്തകരെ 2 സൈഡിലുമായി അണിനിരത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങേയറ്റത്തെ ആവേശക്കാഴ്ചകൾ പ്രധാനമന്ത്രിയുടെ ഈ വരവിൽ ഒരുക്കും. അത് കൊച്ചി കേന്ദ്രീകരിച്ച് അങ്ങനെ ഒരു ആവേശക്കാഴ്ച ഒരുക്കുമ്പോൾ അതിന് കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട്. അത് പരമാവധി ഉപയോഗപ്പെടുത്തുക തന്നെയായിരിക്കും എന്തായാലും BJP ലക്ഷ്യമിടുന്നത്. ആ തരത്തും സാഹചര്യത്തിലേക്ക് നേരത്തെ നമ്മൾ ടോം പറഞ്ഞു വരികയായിരുന്നു. അത് ഏത് തരത്തിലാണ് ഇപ്പോൾ തൃശ്ശൂരിൽ ഉള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ BJP പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുമ്പോൾ തൃശ്ശൂർ ഉദ്ദേശിക്കുന്ന വിഷയങ്ങൾ, അത് ഇപ്പോൾ ഗുരുവായൂർ സന്ദർശനമുണ്ട്, തൃപ്രയാർ സന്ദർശനം പോലും ഇടയിൽ കടന്നു വന്നിരിക്കുന്നത് അയോധ്യ എന്ന് പറയുന്ന ഒരു വിഷയത്തെ എങ്ങനെ കേരളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു രീതിയിലാണ് എന്നുള്ളത്. ഒപ്പം കൊച്ചിയിലെത്തുമ്പോൾ അദ്ദേഹം 4000 കോടിയുടെ വികസന പദ്ധതികൾ, അതായത് വികസനം ഒപ്പം വിശ്വാസം ഒപ്പം മറ്റ് സമുദായ ഐക്യം, അങ്ങനെ 2 ലക്ഷം സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മഹിളാ സംഘം, അങ്ങനെ എല്ലാ തലത്തിലും BJP നോക്കുന്നത് കേരളത്തിൽ ഇത് എന്താണ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ള ഒരു പരിശോധന കൂടി കേന്ദ്രം. എനിക്ക് തോന്നുന്നു അപർണ, ഈ തൊട്ട് മുമ്പ് പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് വരുന്ന ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. അദ്ദേഹം ഇപ്പോൾ അവിടെ പങ്കെടുക്കുന്ന പൊതു യോഗത്തിൽ അദ്ദേഹം സംസാരിച്ച ചില വാക്കുകൾ അത് നമുക്ക് കോട്ട് ചെയ്യാൻ തോന്നുന്നു. അതായത് ജനങ്ങളാണ് രാജാവ് എന്ന ഒരു വലിയ സന്ദേശം കൊടുക്കുന്ന തരത്തിലുള്ള നീക്കം പ്രധാനമന്ത്രി അവിടെ തന്നെ നടത്തിക്കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു തുടർച്ച തീർച്ചയായിട്ടും കേരളത്തിൽ കൊച്ചിയിലെ വേദികളിൽ ഗുരുവായൂരെ പരിപാടികളിലൊക്കെ ഒരുപക്ഷെ അദ്ദേഹം ജനങ്ങളുമായി സംവദിക്കാൻ കിട്ടുന്ന അവസരങ്ങളിൽ പ്രധാനമന്ത്രി അത്തരം നീക്കം നടത്തിയേക്കാം. ആ തരത്തിൽ സാധാരണ അതിന് പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം തൃശ്ശൂരിൽ വന്നിട്ട് വടക്കനാഥനെ വണങ്ങാതെ പോയി എന്ന പഴി കേൾക്കുക രാഷ്ട്രീയ കേന്ദ്രങ്ങളൊക്കെ എതിർ ചേരികൾ അതൊക്കെ ആയുധമാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും അതിന് കൃത്യമായ മറുപടി ഇതിലൂടെ കൊടുക്കുക എന്നുള്ളതാണ്. അയോധ്യ ഒരു ഐക്കണായി നിർത്തുന്നു. ഒപ്പം കേരളത്തിലേക്ക് വരുമ്പോൾ പ്രസിദ്ധമായ മറ്റൊരു തൃപ്രയാർ ക്ഷേത്രത്തിൽ, കേരളത്തിൽ മലയാളികളെയൊക്കെ സംബന്ധിച്ച് വളരെ സുപരിചിതമായ ഒരു രാമന്റെ ക്ഷേത്രത്തിലേക്ക് വരുന്നു. അവിടെ അദ്ദേഹം കൃത്യമായി സന്ദർശനം നടത്തി ഒരു ലക്ഷ്യം മുന്നോട്ട് വെക്കുന്നു എന്ന് പറയുമ്പോൾ കൃത്യമായ രാഷ്ട്രീയം വരുത്തും. അതെ, തീർച്ചയായിട്ടും. ഒരിക്കൽ കൂടി ടോമിലേക്ക്. ടോമ, ഇപ്പോൾ ഏത് രീതിയിൽ ഇനിയിപ്പോൾ നമുക്ക് 6 മണി കഴിഞ്ഞിരിക്കുന്നു, 6:30 കഴിയുമ്പോഴേക്കും അദ്ദേഹം നെടുമ്പാശ്ശേരിയിലെത്തും എന്നുള്ള, നേവൽ ബേസിലേക്ക് കടക്കുമെന്നുള്ള വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനിയും വൈകാനുള്ള ഒരു സാധ്യതയുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതനുസരിച്ച് റോഡ് ഷോയും വൈകും. അതേത് രീതിയിലാണ് സമയക്രമീകരണങ്ങൾ? അപർണ, എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ അറിയിച്ച കാര്യം അദ്ദേഹം 6 മണിക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുമെന്നാണ്. ഇപ്പോൾ വൈകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതായത് റോഡ് ഷോ 7 മണിക്ക് ശേഷമായിരിക്കും റോഡ് ഷോ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. പക്ഷെ എന്തായാലും അത് ഇന്നലെ തന്നെ BJP നേതാക്കളെ സംബന്ധിച്ച് അതിന്റെ ചില സൂചനകൾ ലഭിച്ചിരുന്നു. കാരണം വലിയ ദീപാലങ്കൃതമായിട്ടാണ് കൊച്ചിയിലെ നഗരവീഥികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിക്കാൻ വേണ്ടി വലിയ ഒരുക്കങ്ങൾ തന്നെ നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയും. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായി പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും വലിയ ആവേശം. 2 വശങ്ങളിലുമായി BJPയുടെ പതാകകൾ ദീപാലങ്കൃതമായി ഈ നഗരവീഥികൾ അലങ്കരിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ റോഡ് ഷോയിലൂടെ കടന്നു പോകുമ്പോൾ പുഷ്പവൃഷ്ടി ഉണ്ടാകും, വാദ്യമേളങ്ങളുണ്ടാകും. വാദ്യമേളങ്ങളുടെ അകമ്പടിയോട് കൂടിയായിരിക്കും അദ്ദേഹം കടന്നു പോകുക. ഒരുപക്ഷെ റോഡ് ഷോ തുറന്ന വാഹനത്തിലായിരിക്കും റോഡ് ഷോ. കുറച്ച് ഒരു സമയമെങ്കിലും അദ്ദേഹം നടന്ന് ഈ റോഡ് ഷോയിൽ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ 8 മാസം മുൻപ് അദ്ദേഹം കൊച്ചിയിൽ റോഡ് ഷോ നടത്തിയപ്പോൾ അന്ന് യുവ പരിപാടിയുമായി ബന്ധപ്പെട്ടായിരുന്നു 8 മാസം മുൻപ് കൊച്ചിയിലെത്തിയത്. അന്ന് അദ്ദേഹം റോഡ് ഷോ നടത്തിയപ്പോൾ കുറച്ച് ദൂരം നടന്ന് BJP പ്രവർത്തകരെ അഭിസംബോധന, അത് വലിയ രീതിയിലുള്ള ആവേശമാണ് സൃഷ്ടിച്ചത്. അതേ രീതിയിൽ BJP പ്രവർത്തകർ ഈ മണിക്കൂറുകളായി പ്രധാനമന്ത്രിക്ക് വേണ്ടി കാത്തിരിക്കുന്ന, അദ്ദേഹത്തെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന BJP പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആവേശം നിറയ്ക്കുന്നൊരു കാഴ്ചയായിരിക്കും അത്. കാരണം
ഒന്നര കിലോമീറ്റർ ദൂരമാണ് മഹാരാജാസ് ഗ്രൗണ്ട് മുതൽ KPC ജംഗ്ഷൻ മുതൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ എറണാകുളം ലോ കോളേജ് വരെയാണ്. ലോ കോളേജ് ഈ ഭാഗത്താണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ സമാപിക്കുന്നത്. അതിൽ തൊട്ട് സമീപത്താണ് ഗസ്റ്റ് ഹൗസ്, എറണാകുളം ഗസ്റ്റ് ഹൗസ്. ഈ ഗസ്റ്റ് ഹൗസിലാണ് ഇന്ന് അദ്ദേഹം ചെലവഴിക്കുന്നത്, ഇന്ന് അദ്ദേഹം തങ്ങുന്നത്. അതിനുശേഷം നാളെ പുലർച്ചയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള പരിപാടികൾ ആരംഭിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്ര ദർശനം, അതിനുശേഷം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങ്, തൃപ്രയാർ ക്ഷേത്ര സന്ദർശനം, അതിനുശേഷം തിരികെ കൊച്ചിയിലേക്ക് ഉച്ചയോടുകൂടി കൊച്ചിയിലേക്ക് എത്തുന്നു. കൊച്ചി ഷിപ്പ്യാർഡിൽ അദ്ദേഹത്തിന്റെ 3 പദ്ധതികളുടെ ഉദ്ഘാടനം. പിന്നീടാണ് BJPയുടെ ഔദ്യോഗികമായിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ കേരളത്തിലെ തുടക്കമെന്ന് പോലും വ്യാഖ്യാനിക്കുന്ന രീതിയിൽ BJPയുടെ ശക്തി കേന്ദ്ര പ്രതിനിധികളുടെ സമ്മേളനവും നാളെ ഉച്ച. എന്തായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ സമയക്രമത്തിൽ ചില മാറ്റമുണ്ടായെങ്കിൽ കൂടിയും അത് പ്രവർത്തകരുടെ ആവേശം ചെറുതാക്കിയിട്ടില്ല എന്ന് വേണം അവിടെ നിന്നുള്ള കാഴ്ചകൾ നമുക്ക് വ്യക്തമാക്കുന്നത്. ടോം അതിൻ്റെ ഒരു വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. എന്തായാലും ഈ മഹാരാജാസ് കോളേജ് മുതൽ ഗസ്റ്റ് ഹൗസ് വരെ നീളുന്ന ആ റോഡിൻ്റെ ഇരുവശങ്ങളിലും പ്രവർത്തകർ തിങ്ങി നിറഞ്ഞു കഴിഞ്ഞു. അവിടെ അവർ കാത്തു നിൽക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ റോഡ് ഷോയാണ്. അദ്ദേഹത്തെ നേരിട്ട് കാണുക, ഒപ്പം തന്നെ അദ്ദേഹം പ്രവർത്തകരെ, ഈ നാട്ടുകാരെ, സാധാരണ ആളുകളെ അഭിസംബോധന ചെയ്യുന്ന, കൈവീശി കാണിക്കുന്ന ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. അതാണ് കൊച്ചിയിൽ നിന്നും കാണുന്ന സാഹചര്യം. എന്തായാലും ഈ സുഭാഷ് പാർക്കും അതിൻ്റെ പരിസരങ്ങളും ഒക്കെ ആളുകളെ കൊണ്ടിങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. പ്രവർത്തകർ ഇങ്ങനെ നിരവധിയായി അവിടെ നിൽക്കുന്നു. അവിടെ ശരണ്യ സ്നേഹജനുണ്ട്. ശരണ്യ, പ്രവർത്തകർ ഇങ്ങനെ സമയക്രമത്തിലൊരു മാറ്റമുണ്ടായി, പക്ഷേ അതൊന്നും പ്രവർത്തകരുടെ ആവേശത്തെ ചെറുതാക്കിയിട്ടില്ലെന്നാണ് ആ ദൃശ്യങ്ങളിലും അവിടെ നിന്നുള്ള പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കുന്നത്. എന്താണ് അവിടുത്തെ കാഴ്ച? സുഭാഷ് പാർക്കിലെ പ്രവർത്തകരുടെ ഒരു പങ്കാളിത്തം അതൊക്കെ എങ്ങനെയാണ്? പ്രധാനമന്ത്രി എത്തുന്നതിന്റെ വലിയ ആവേശത്തിൽ തന്നെയാണ് കൊച്ചി എന്ന് നമുക്ക് പറയാം. കനത്ത സുരക്ഷയാണ് എല്ലാ ഇടങ്ങളിലും ഒരുക്കിയിരിക്കുന്നത്. പോലീസ് ബന്ദോബസ്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല SPGയുടെ സുരക്ഷാ പരിശോധനകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ അദ്ദേഹം എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് പ്രവർത്തകരൊക്കെയും തന്നെ ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കാലത്തിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ആവേശം BJP പ്രവർത്തകർക്കുള്ളിൽ നിറക്കാനായി ഈ ഒരു വരവിന് കഴിയുന്നു എന്നുള്ളതാണ് പ്രധാന ഒരു നേട്ടമായി പ്രവർത്തകർക്ക് ഉയർത്തിക്കാണിക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും BJP പ്രവർത്തകർ ഈ കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവർ വലിയ ആഘോഷത്തോടു കൂടി തന്നെ പ്രധാനമന്ത്രിയുടെ ഈ വരവിനെ നോക്കിക്കാണുന്നു. അത്തരത്തിൽ നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന്റെ പടിവാതിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, അടുത്ത ദിവസങ്ങൾ, അതായത് നാളെ കൊച്ചിയിൽ സംഘടിപ്പിക്കാൻ പോകുന്ന ശക്തി കേന്ദ്ര അടക്കമുള്ള പരിപാടികൾ, അത് തീർച്ചയായും പ്രവർത്തകർ ഉണ്ടാക്കാൻ പോകുന്ന ഉണർവ് ചെറിയ തോതിൽ ആയിരിക്കില്ല. കാരണം പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ബൂത്ത് ലെവലിലുള്ള നേതൃത്വം വഹിക്കുന്ന പ്രവർത്തകരെ കാണുന്നു എന്നുള്ളത് തന്നെയാണ് ആ ഒരു മീറ്റിംഗിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ദക്ഷിണേന്ത്യയിൽ പിടിമുറുക്കാൻ കഴിയാത്ത BJPക്ക് മോദിയെ തന്നെ കളത്തിലിറക്കിക്കൊണ്ട് അത്തരത്തിലൊരു ഏത് വിധേനയും ഒരു സീറ്റ് തുറക്കുക, അല്ലെങ്കിൽ ഒരു ആളെ അത്തരത്തിലൊരു പാർലമെന്റിലേക്ക് ഒരു സീറ്റ് തുറക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി വളരെ കുറഞ്ഞ കാലയളവിൽ തന്നെ ആളുകൾ 2 തവണ ഇവിടെ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ ധാരാളം ആളുകൾ നമുക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണാം. അതായത് ഈ ബാരിക്കേഡുകൾ തിരിച്ച ഭാഗത്ത് ആളുകൾ വളരെ അച്ചടക്കത്തോടു കൂടി അദ്ദേഹം വരുന്നതിന് കാത്തു നിൽക്കുന്നു. BJPയുടെ പതാക വീശിക്കൊണ്ട് തന്നെ, മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് തന്നെ വളരെ ആവേശത്തോടു കൂടി തന്നെ പ്രവർത്തകർ കാണാനായി എത്തുന്നു എന്നുള്ളതാണ്. അത് ഇവിടെ കൊച്ചിയിൽ നിന്ന് മാത്രമല്ല, സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കുറച്ചു നേരത്തെ നമ്മൾ കണ്ടു, ഇടുക്കിയിൽ നിന്നൊക്കെയുള്ള പ്രവർത്തകർ അതിരാവിലെ തന്നെ കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള ആളുകളോട് തന്നെ ചോദിക്കാം. ഇവിടെ എറണാകുളം ഉള്ള ആളുകളാണോ? ആലപ്പുഴയിൽ നിന്ന് വരുന്നത്. ആലപ്പുഴ എവിടെയാ? ആലപ്പുഴ ചേർത്തല അരൂർ മണ്ഡലം. അരൂർ. അവിടെ നിന്ന് എത്ര ആളുകൾ എത്തിയിട്ടുണ്ട്? അവിടുന്ന് 1000 പേരാണ് നിശ്ചയിച്ചിരിക്കുന്നത്. എത്രത്തോളം പേര് എത്തിയിട്ടുണ്ട്? അതിൽ കൂടുതൽ പേര് എത്തിയിട്ടുണ്ടോ? എപ്പോ എത്തി നിങ്ങള്? ഒരു 3 മണിയായപ്പോ. 3 മണി മുതൽ കാത്തിരിക്കുന്നു. ഇനിയും എത്താൻ വൈകുമെന്നാണ് പറയുന്നത്. അതെ, 3 മണി വരെ കാത്തിരിക്കുന്നു. എത്ര താമസിച്ചാലും കണ്ടിട്ട് പോകും. എത്രമാത്രം ഒരു BJP പ്രവർത്തകരാണോ? അതെ, BJP പ്രവർത്തകർ. എത്രമാത്രം ഒരു ആവേശം പ്രധാനമന്ത്രിയുടെ ഈ വരവ് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്? ഞങ്ങൾക്ക് ആവേശത്തിന്റെ കൊടുമുടിയിലാണ്. കേരളത്തിലെ മുഴുവൻ BJP പ്രവർത്തകരും ആവേശത്തിന്റെ കൊടുമുടിയിലാണ്. നാളത്തെ യോഗത്തിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അടുത്ത് ഇവിടെ ഉണ്ട്. അത് ശക്തി കേന്ദ്ര ഇൻചാർജുമാരാണ് അതിനകത്ത് പങ്കെടുക്കുന്നത്. അതെ. അത്തരത്തിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങോട്ട് മാറിയുണ്ട്, അപ്പുറത്തുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ബൂത്ത് ലെവലിൽ ചാർജുള്ള ആളുകളെ വരെ പ്രധാനമന്ത്രി കാണുകയാണ്. ആദ്യ സംഭവമാണ്. ബൂത്ത് തലത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള നേതൃത്വത്തിൽ ഇരിക്കുന്നവരെ പ്രധാനമന്ത്രി നേരിട്ട് കാണുക,
ഇലക്ഷൻ സംബന്ധമായ കാര്യങ്ങൾ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആവേശത്തിന്റെ കൊടുമുടിയിലാണ് വരുന്ന ഇലക്ഷൻ പ്രവർത്തനം ഏറ്റവും ശക്തിപ്പെടുത്താൻ സാധിക്കുന്ന സാഹചര്യം. തൃശ്ശൂരിലൊക്കെ എത്രമാത്രം പ്രതീക്ഷയുണ്ട്? 100% ഉണ്ട്. എന്തായാലും അത് തന്നെയാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് നാളത്തെ മീറ്റിംഗ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അത്തരത്തിൽ ബൂത്ത് ലെവലിൽ തന്നെ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ പ്രധാനമന്ത്രി നേരിട്ട് കാണുന്നു, ആശയങ്ങൾ പങ്കുവെക്കുന്നു, ഒപ്പം തന്നെ തിരഞ്ഞെടുപ്പിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നതൊക്കെ തന്നെ വലിയ ആവേശം ജനങ്ങളിലേക്ക് ഉണ്ടാക്കുന്നു. ആ ഒരു മീറ്റിംഗ് തന്നെയാണ് ഈ വരവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകവും ഏറ്റവും അട്രാക്ഷൻ എന്ന് തന്നെ നമുക്ക് പറയാനാകും. അത്തരത്തിൽ സ്ത്രീകളടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. കൊടിയൊക്കെ പിടിച്ച് വലിയ ആവേശത്തോടെ നിൽക്കുകയാണ്. എവിടുന്നാ വന്നേ? ഞങ്ങൾ ആലുവ അമ്പാട്ടുകാവ്. കുറേ നേരമായിട്ട് ഞാൻ കാണുന്നുണ്ട് കൊടി പിടിച്ച് ഇവിടെ നമുക്ക് മോദിജി കാണണ്ടേ. ഞങ്ങള് രാവിലെ 8 മണിക്ക് വന്നതാ. 8 മണിക്ക് പോകുന്നത് അമ്പലത്തിൽ ശിവപുരാണം ഉണ്ടായി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്തേക്കാണ്. രാവിലെ 8 മണിക്ക് പോകുന്നവരാണ്. 8 മണിക്ക് ശിവക്ഷേത്രത്തിൽ ഞങ്ങളുടെ ശിവപുരാണ വായന ഉണ്ടായി. അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോകാതെ ഞങ്ങള് മോഡിയെ കാണാനുള്ള ആവേശത്തിൽ ഇങ്ങോട്ട് എത്ര നേരമായിട്ട് കാത്തിക്കാൻ തുടങ്ങിയിട്ട്? ഇപ്പൊ കുറെ നേരമായി. ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നതാണ്, പക്ഷെ കാണാനുള്ള ആവേശത്തിൽ ഞങ്ങൾ വീട്ടിൽ പോലും പോവാതെ ഇവിടെ നിൽക്കുവാണ്. എത്ര ലൈറ്റ് ആയാലും കണ്ടിട്ടേ പോകുള്ളൂ. കാണണം എന്നാണ് ആഗ്രഹം. കണ്ടിട്ടേ പോകുള്ളൂ. എനിക്ക് അത്ര ആരാധനയുണ്ട്. അത്ര ആരാധന. പാർട്ടിയുടെ ബേസല്ല, ഞങ്ങൾക്ക് വ്യക്തി ആരാധനയാണ്. പാർട്ടിയല്ല, ആ വ്യക്തി ചെയ്യുന്ന ഇന്ത്യക്ക് വേണ്ടി ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ ഓർത്തിട്ടുള്ള ആരാധന. അതൊരു പാർട്ടി ബേസ് അല്ല. അല്ല 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 ആരും നല്ലത് ചെയ്താൽ നമ്മൾ ആരാധിക്കും. അത് പാർട്ടിയൊന്നും നമുക്ക് പ്രശ്നമല്ല. പുള്ളി അത്ര ഇന്ത്യക്ക് വേണ്ടി ചെയ്യേണ്ട പുള്ളി അഴിമതിയില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? നല്ലൊരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല. വീണ്ടും ഞങ്ങളുടെ